ശ്രീരാമ ജയ ജയ രാമം ശ്രീരാമ ജയ ജയ രാമം ശ്രീരാമം ജയ ജയ രാമം ശ്രീരാമ ജയ ജയ രാമം ശ്രീരാമ ജയ ജയ രാമം ശ്രീരാമ ജയ ജയ രാമം ശ്രീരാമം ജയ ജയ രാമം ശ്രീരാമ ജയ ജയ രാമം. അതിനുശേഷം അദ്ദേഹം തന്നെ ആനന്ദാശ്രമത്തിലെ സച്ചിദാനന്ദ സ്വാമിയെ പരിചയപ്പെടുത്തി എന്നെ പറഞ്ഞത്, ദിസ് ഈസ് മൈ ഫ്രണ്ട് ഫ്രം കേരള, ടേക്ക് ഹിം എന്ന് പറഞ്ഞ് എന്നെ അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ് ചെയ്തത്. കാരണം ആനന്ദാശ്രമം എന്ന് പറയുന്നത് യോഗിജിയുടെ കുടുംബമാണ്, കുടുംബ വീടാണ്, ഫാമിലി ഹൗസ്. കാരണം അവിടെയാണ് നിന്നാണ് യോഗിജി യോഗിയായി മാറിയത്. അദ്ദേഹത്തിൻ്റെ പേര് ബഹാരി ബോസ് എന്നാണ് കേട്ടിട്ടുള്ളത്. അവിടെ നിന്ന് പപ്പാസ്വാമി രാമദാസിൽ നിന്ന് മന്ത്രദീക്ഷ വാങ്ങിച്ച ശേഷമാണ് അദ്ദേഹം സാധനയ്ക്കായിട്ട് പോയത്. ഒരു സാധാരണ മനുഷ്യൻ, നമ്മളെപ്പോലെ തന്നെയുള്ള ഒരു സാധാരണ മനുഷ്യനായിട്ട് ജനിച്ചു. എനിക്ക് വേറൊരു വലിയ ഭാഗ്യം അദ്ദേഹം തന്നു. അദ്ദേഹത്തിനെക്കുറിച്ച് നമുക്ക് ആർക്കും അറിയില്ല, അവിടെ ചെല്ലുന്നവർക്ക് ആർക്കും അറിയില്ല, അദ്ദേഹം ഒന്നും പറയാറില്ല. ഒരേ ഒരു കാര്യമേ പറയുള്ളൂ, മൈ ഫാദേഴ്സ് ബ്ലെസ്സിങ്സ്, മൈ ഫാദർ എലോൺ എക്സിസ്റ്റ്, നത്തിങ് എൽസ്, നോബഡി എൽസ്. എൻ്റെ പിതാവ് മാത്രമേ ഉള്ളൂ, വേറെ ആരും ഈ ലോകത്തില്ല, ഒന്നും തന്നെ ഇല്ല എന്ന് പറയപ്പോഴും. എന്താ അതിൻ്റെ അർത്ഥമെന്ന് ഞാൻ ഒരു ദിവസം ചോദിച്ചു, ഹൂ ഈസ് ദീസ് മൈ ഫാദർ? ഉടനെ അദ്ദേഹം തിരിച്ച് എന്നോട് ചോദിച്ചു, ഹൂ ഈസ് യുവർ ഫാദർ? പിന്നെ ഞാൻ എൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞു. ദിസ് ബെഗർ ഹാസ് 3 ഫാദേഴ്സ്, വൺ ഈസ് മൈ ഓൺ ഫാദർ, എൻ്റെ സ്വന്തം അച്ഛൻ ഒന്ന്, രണ്ടാമത്തെ അച്ഛൻ രമണ മഹർഷി. കാരണം രമണ മഹർഷിയാണ് കാഞ്ഞങ്ങാട്ടേക്ക് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടത്, യോഗിയെ. മൂന്നാമത്തെ പിതാവ് പപ്പാസ്വാമി രാമദാസ്, ദാറ്റ് ഈസ് മൈ റിയൽ ഫാദർ, അതാണ് എൻ്റെ ഒറിജിനൽ യഥാർത്ഥ പിതാവ്. മൈ ഫാദർ കിൽഡ് ഹിസ് ബെഗർ, എന്നെ കൊന്നുകളഞ്ഞു. എന്താ കൊന്നുകളഞ്ഞെന്ന് പറയാൻ കാരണം, മുമ്പുള്ള ആളല്ല ഇപ്പോൾ. എൻ്റെ ഈ മാറ്റത്തിനെല്ലാം കാരണം മൈ ഫാദർ, ദാറ്റ് ഈസ് മൈ ഹൗസ്, സോ യു ഗോ ടു ആനന്ദാശ്രം എന്ന് പറഞ്ഞ് എന്നെ അങ്ങോട്ട് പറഞ്ഞയച്ചത് യോഗിജിയാണ്. എനിക്കൊരു ഭാഗ്യം കിട്ടി. ഞാൻ പറഞ്ഞിട്ടുണ്ട്, യോഗിയെക്കുറിച്ച് വളരെ അടുത്ത് പഴകാനും ഒരുമിച്ചിരുന്ന് എനിക്ക് ആഹാരം വിളമ്പി തന്നിട്ടുണ്ട്, എൻ്റെ കൂടെ ഇരുത്തി സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥകൾ, ബാല്യം മുതലുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അത്ഭുതം തോന്നി. BA വരെ പഠിച്ച് B.Ed കഴിഞ്ഞ് ഹൈസ്കൂളിൽ ഹെഡ് മാസ്റ്ററായിരുന്ന് കല്യാണം കഴിച്ച് 4 കുട്ടികളുള്ള ഒരാളാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എങ്ങനെയാണ് മനുഷ്യൻ്റെ ജന്മത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അദ്ദേഹത്തെ പഠിപ്പിച്ചത് സ്വാമി രാമദാസാണ്. എല്ലാം ഉപേക്ഷിച്ച് ഈശ്വരനെ അന്വേഷിച്ച് ഇറങ്ങിയ ആളാണ് പപ്പാസ്വാമി രാമദാസ്. അദ്ദേഹം ഈശ്വരനെ അന്വേഷിച്ചിറങ്ങിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഇൻക്വസ്റ്റ് ആവുന്ന കാടൊന്നൊരു പുസ്തകം വായിച്ചാൽ അറിയാം, ഈശ്വരനെ തേടി ഇറങ്ങിയ ആളാണ്. തേടി ഇറങ്ങിയിട്ട് അദ്ദേഹത്തിന് എന്താ ഇവിടെ മനസ്സിലായത്? അദ്ദേഹം തന്നെയാണ് ഈശ്വരൻ. നമുക്ക് മനസ്സിലാവുന്നുണ്ടോ നമ്മൾ തന്നെയാണ് ഈശ്വരനെന്ന്? അത് കണ്ടുപിടിക്കലാണ് നമ്മുടെ ജോലി. ഇതേ ഇവിടെ പറയുകയുണ്ടായി, ദിസ് ബോഡി ഈസ് നോട്ട് റിയൽ, ആത്മാ ഈസ് ഗ്രേറ്റ്. അപ്പോൾ ആത്മാവാണ് ഞാൻ എന്നുള്ള ചിന്ത നമുക്കുണ്ടാകുമ്പോഴാണ് നാം യഥാർത്ഥ മനുഷ്യനാകുന്നത്. ശ്രീമദ് ഭാഗവതത്തിൽ 3-ാമത്തെ സ്കന്ധത്തിൽ ഒരു സംഭാഷണമുണ്ട്. ദേവന്മാർ തമ്മിലുള്ള സംഭാഷണമാണ്. ദേവന്മാർ തമ്മിൽ പറയുകയാണ്, ഈ ഭാരതത്തിലെ മനുഷ്യർ എത്ര ഭാഗ്യവാന്മാരാണ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? മനുഷ്യനായിട്ട് ജനിക്കണമെങ്കിൽ ഭാരതത്തിൽ ജനിക്കണം. ഭാരതത്തിൽ മനുഷ്യനായി ജനിച്ചാലേ ഈശ്വരനെ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഈശ്വരനെ കാരണം എന്താ? ഭാരതം ആത്മീയ ഭൂമിയാണ്, സനാതനധർമ്മത്തിൻ്റെ ഭൂമിയാണ്, ഋഷിമാരുടെ ഭൂമിയാണ്. ഇവിടെ മനുഷ്യനായി ജനിച്ചാൽ ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ ഞാൻ ഈശ്വരനാണെന്നുള്ള ബോധം ഉണ്ടാകാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് അവർ പറയുന്നത്, ഇനി അടുത്ത ജന്മമെങ്കിലും നമുക്ക് സ്വർഗത്തിൽ ജനിക്കേണ്ട. എന്താ?
സ്വർഗത്തിൽ ജനിച്ചാൽ വീണ്ടും വീണ്ടും മനുഷ്യനായിട്ടും നരകത്തിലൊക്കെ പോയി വീണ്ടും വീണ്ടും വരേണ്ടി വരും. എന്നാൽ മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തിനാണ് മനുഷ്യജന്മം തന്നതെന്ന് കേട്ടാൽ നമ്മളൊക്കെ പറയും ഇതുപോലെ ദുഃഖമൊക്കെ അനുഭവിച്ച് സങ്കടപ്പെട്ടും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനല്ല. മനുഷ്യനായി നമുക്ക് ഭഗവാൻ ജന്മം തന്നത് ഇനി ഒരു ജന്മം ഉണ്ടാകാതിരിക്കാൻ, ഇനിയും ഈ ഭൂമിയിൽ ജീവൻ ഒരു ശരീരമെടുത്ത് വന്ന് ദുഃഖവും സുഖവും അനുഭവിച്ച് കഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ മനുഷ്യനായി തന്നെ ജനിക്കണം. മറ്റാർക്കും സാധിക്കുകയില്ല. മനുഷ്യനായി ജനിച്ചാൽ മതിയോ? നമ്മളൊക്കെ മനുഷ്യരായി ജനിച്ചില്ലേ? നമുക്ക് എത്ര പേർക്ക് ഇறைവനെ അടയണമെന്ന് ആഗ്രഹമുണ്ടായി? ഇறைവനെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. എന്തിനാണ്? മുട്ടുവേദന മാറ്റിത്തരണം, കുളന്തയ്ക്ക് കല്യാണം നടക്കണം, പ്രമോഷൻ കിട്ടണം എന്നെല്ലാം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും. ഞാൻ ഇறைവനായി തീരണം, എനിക്ക് ഇறைവനെ കിട്ടണമെന്ന് പറഞ്ഞ് ആരെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ? ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് എനിക്ക് ഭഗവാനെ വേണം, വേറൊന്നും വേണ്ട? അത് പറയുമ്പോൾ അതിനെ അപ്പോൾ യോഗിരാം സൂരത് കുമാറിൻ്റെ എല്ലാ ജയന്തിക്കും ഞാൻ കുമാരകോവിൽ ആ സമയത്ത് അതൊരു പ്രോമിസാണ്, ഓം പ്രകാശ് അമ്മയോടുള്ളൊരു പ്രോമിസാണ്. കാരണം ഞാൻ അവിടെ വച്ചാണ് യോഗി ആദ്യം പരിചയപ്പെടുന്നത്, അമ്മ പറഞ്ഞിട്ടാണ്. അങ്ങനെ അവിടെ വച്ച് ജയന്തി പങ്കെടുത്തുകൊണ്ട് ഇനി എല്ലാ ജയന്തിക്കും സ്വാമി ഇവിടെ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ എന്നെ ക്ഷണിച്ചില്ലെങ്കിലും ഞാൻ 1-ാം തീയതി അവിടെ എത്തും. പറഞ്ഞിട്ടുണ്ട് ഞാൻ എത്തിക്കോളാം, എന്നെ വിളിക്കണ്ട. അതുപോലെ തന്നെ ആരാധന ഡേ ബാലകൃഷ്ണൻ നേരത്തെ പറഞ്ഞപ്പോഴേ ഞാൻ സന്തോഷമായിട്ട് പറഞ്ഞത് യോഗിയുടെ കാര്യമാണ്. യോഗി സമാധിയാവുന്നതിന് 1 മാസം മുമ്പ് ഞാൻ കാണാൻ പോയിരുന്നു. ആശുപത്രിയിൽ നിന്ന് മദ്രാസിൽ നിന്ന് തിരുവണ്ണാമല വന്ന സമയത്ത് ഞാൻ പോയപ്പോൾ കാണാൻ വയ്യാത്തൊരു സങ്കടപ്പെട്ട അവസ്ഥയായിരുന്നു. പക്ഷേ എന്താ പറഞ്ഞത്? ഐ ആം നോട്ട് ഹിസ് ബോഡി. ഈ ബോഡി ഞാനല്ല, ഈ ശരീരം ഞാനല്ല. ശരീരത്തിന് ജന്മമുണ്ട്, വളർച്ചയുണ്ട്, നാശമുണ്ട്, മരണവുമുണ്ട്. പക്ഷെ അതിനപ്പുറം ഒരു വസ്തു എന്നിലുണ്ട്, അതാണ് ആത്മാവ്. അപ്പം ഞാൻ ആത്മാവാണെന്ന് ഉറച്ച ആളാണ് ഈ പറയുന്നത്. ഐ ആം നോട്ട് ദിസ് ബോഡി. ഇതെന്നോട് പറഞ്ഞു, ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് തിരുവണ്ണാമല പോകാനുണ്ട്, 14 മണിക്കൂർ യാത്രയുണ്ട് ബസ്സിലൊക്കെ ആയിട്ട്. വളരെ കഷ്ടപ്പെട്ടാണ് അവിടെ എത്തുന്നത്. യു നീഡ് നോട്ട് കം ഹിയർ മോർ. ഇനി ഇവിടെ വരണ്ട. സമാധി അതിന് 1 മാസം മുമ്പ് പറഞ്ഞാണ്, ഇനി ഇങ്ങോട്ട് വരണ്ട. എനിക്ക് വളരെ വിഷമമുണ്ടായി. എന്താ അദ്ദേഹം പറയാൻ കാരണം? ദിസ് ബെഗർ ഈസ് വിത്ത് യു. ഐ ആം വിത്ത് യു ദെയർ. വേർ എവർ യു ഗോ ഐ ആം വിത്ത് യു. ഞാൻ നിൻ്റെ ഓടൊപ്പം തന്നെ ഉണ്ടായിരിക്കും. നീ എവിടെ പോയാലും എൻ്റെ കൂടെ ഉണ്ടാകും. എന്നിട്ട് എനിക്കൊരു പടവും തന്നു. സൂക്ഷിച്ച് വെച്ചോ എന്ന് പറഞ്ഞൊരു പടവും തന്നു. അദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ജീവചരിത്രം മുഴുവൻ മലയാളത്തിൽ എഴുതിയ പുസ്തകമാക്കി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തന്നെ പ്രകാശിപ്പിക്കാൻ ഒരു ഭാഗ്യം തന്നു. അങ്ങനെ തിരുവണ്ണാമല ദേവശിശു എന്നുള്ളത് ആദ്യത്തെ പുസ്തകം അതാണ്. അദ്ദേഹം പ്രഖ്യാപിച്ചു, ദിസ് ഈസ് ദ ഓൺലി ലൈഫ് ഹിസ്റ്ററി ഓഫ് ദിസ് ബഗർ. അത് അപ്പോൾ അങ്ങനെ ഒരു അവസരം എനിക്ക് തന്നതെന്തിനാണ്? ഇതൊക്കെ നമുക്ക് ഭഗവാൻ തരുന്ന അവസരങ്ങളാണ്, നിയോഗമാണെന്ന് പറയും മലയാളത്തിൽ. നിയോഗം എന്ന് പറഞ്ഞാൽ അവസരം. ഭഗവാൻ നിന്നെ ചുമതലപ്പെടുത്തുകയാണ്. അങ്ങനെ ഭഗവാന്റെ ആഗ്രഹം കൂടാതെ, ഭഗവാന്റെ ഇച്ഛ കൂടാതെ നമുക്ക് യോഗിയെ അറിയാനോ യോഗിയെ പ്രാപിക്കാനോ ഒന്നും സാധിക്കുകയില്ല. ഇന്ന് ഇവിടെ വരണമെന്ന് യോഗി നിശ്ചയിച്ചത് കൊണ്ടാണ് ബാലകൃഷ്ണൻ എന്നെ വിളിച്ച് പറഞ്ഞത്. ഞാൻ ഉടനെ സമ്മതിച്ചത് അതുകൊണ്ടാണ്. എന്താ? യോഗി പറഞ്ഞാൽ പിന്നെ അതിലൊരു മാറ്റവുമില്ല. അപ്പോൾ നമ്മൾ മനുഷ്യനായിട്ട് ജനിക്കുന്നതിന് മുമ്പ് 84 ലക്ഷം ജീവികളായിരുന്നിട്ടുണ്ട് ഭാഗവതം പറയുന്നു. മനുഷ്യനായി ജനിക്കുന്നതിന് മുമ്പ് 84 തരത്തിലുള്ള ജീവികളായിട്ട്, പാറ്റായും പുഴുവായും പട്ടിയായും പൂച്ചയായും കടുവയായും സിംഹമായും കുരങ്ങായും ഒക്കെ ഇങ്ങനെ 84 ലക്ഷം തരത്തിലുള്ള ജീവജാലങ്ങളായിട്ട് അവസാനം നമുക്ക് തന്ന പ്രമോഷനാണ് മനുഷ്യജന്മം. എന്തിനാണ് മനുഷ്യജന്മം തന്നത്? ഇനി ഒരു ജന്മം ഉണ്ടാക്കി ദുഃഖവും സുഖവും അനുഭവിക്കാൻ ഇടവരുത്താതിരിക്കണമെങ്കിൽ മനുഷ്യനായിട്ട് ജനിക്കണം. യോഗിരാം സൂരത് കുമാർ സന്യാസിയാണെന്ന് ചോദിച്ചാൽ അല്ല. അദ്ദേഹം കാവ്യ കൊടുത്തല്ല നടന്നത്. പപ്പാ സ്വാമി രാമദാസും കാവ്യ കൊടുത്തല്ല നടന്നത്. അതെന്താ? മനസ്സിലുള്ളിലാണ് കാവ്യ നിറം. ഉള്ളിൽ ഭഗവാനെ കൊണ്ട് നടക്കുന്നു. അവരെന്താ ചെയ്തത്? സദാസമയം ഒരിക്കൽ യോഗിജി എൻ്റെ മടി എനിക്ക് വലിയ ഭാഗം കിട്ടി. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും അടുത്തിട്ട് സംസാരിക്കുമ്പോൾ എനിക്കൊന്ന് കിടക്കണമെന്ന് പറഞ്ഞ് എൻ്റെ മടിയിൽ തലവെച്ച് കിടന്നു. കിടന്ന സമയത്ത് കൈ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കണം. എന്താ അത്? ജപിക്കുകയാണ്. അപ്പോൾ കാരണം ഗുരു കൊടുത്ത ഉപദേശം, മന്ത്രദീക്ഷ കൊടുത്തിട്ട് പപ്പ പറഞ്ഞത്
ചാൻ ദിസ് മന്ത്ര 24 hours. ഈ മന്ത്രം 24 മണിക്കൂറും ജപിക്ക്, നിനക്കെല്ലാം കിട്ടും എന്നാണ്. അത് പൂർണ്ണമായിട്ട് അനുസരിച്ചു, അതുപോലെ ചെയ്തു. 8 ദിവസം ആനന്ദാശ്രമത്തിൽ നിന്ന് എന്നോട് അദ്ദേഹം തന്നെ യോഗിജനെ പറഞ്ഞാണ്, 8 ദിവസം 8 days ഐ ആം വിത്തിൻ ദ റൂം നോട്ട് ഗോയിങ് ഔട്ട്. ഒരു ആഹാരം കഴിക്കാതെ മുറിക്കകത്ത് ഇരുന്ന് 8 ദിവസം തുടർച്ചയായിട്ട് 24 മണിക്കൂർ നാമം ജപിച്ചു. അതിനുശേഷമാണ് അദ്ദേഹത്തിന് ആ ശക്തി ഉണ്ടായത്, ആത്മീയ ശക്തി ഉണ്ടായത്. അപ്പോൾ അങ്ങനെ നമുക്ക് സാധിക്കണം. എന്താ? ഈശ്വരനെ അറിയാനും ഈശ്വരനെ ചിന്തിക്കാനും നമുക്ക് ഭഗവാൻ ഒരു മനസ്സ് തന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരു കവിത ചൊല്ലാം. മലയാളത്തിലുള്ളതാണ്, നിങ്ങളെല്ലാം കേട്ടിട്ടുള്ളതാണ്. നിങ്ങളെല്ലാം ഹരിനാമകീർത്തനം എന്ന് കേട്ടിട്ടുണ്ടോ? ഹരിനാമകീർത്തനം മലയാളത്തിലെ പ്രസിദ്ധമായ ഒരു കീർത്തനമാണ്. അത് തുഞ്ചത്ത് രാമായണം എഴുതിയ എഴുത്തച്ഛൻ്റെ കൃതിയാണ്. ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായതിനു താൻ തന്നെ സാക്ഷിയത് ബോധം വരുത്തുവതിന് ആളായി നിന്ന പരമാചാര്യ രൂപഹരി നാരായണായ നമ. എന്താണ് അതിൽ ആദ്യത്തെ 3 ശ്ലോകത്തിൽ ഒരു മനുഷ്യൻ എന്തിനു ജനിച്ചു, അങ്ങനെ ജനിച്ചാൽ ആ ജനിച്ച മനുഷ്യൻ്റെ ഉദ്ദേശമെന്ത്, ആരാണ് ഈശ്വരൻ, എങ്ങനെ ഈശ്വരനെ പ്രാപിക്കാം. യോഗിരാം സുരത് കുമാർ മനുഷ്യനായിരുന്നിട്ട് ഈശ്വരനായി തീർന്നയാളാണ്. എന്താ? ഈശ്വരനെ പ്രാപിച്ചാൽ പിന്നെ ഈശ്വരനും അവരും വ്യത്യാസമില്ല. അപ്പോൾ ഗുരുവും ആരാണ്? അപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ ആ ഈശ്വരനെക്കുറിച്ച് നമ്മൾ പറയുന്നത്, അതിനാണ് സത്സംഗം കേൾക്കാൻ പോകണമെന്ന് പറയുന്നത്. മറ്റുള്ളവർ ഈശ്വരനെക്കുറിച്ച് അറിഞ്ഞവർ പറയുന്നത് കേൾക്കാൻ പോകുമ്പോൾ നമുക്ക് തോന്നും നമുക്കും അതാകണമെന്ന് തോന്നും. അതിനുള്ള വഴികളൊക്കെ അവർ പറഞ്ഞു തരും. ആ പറഞ്ഞു തരുന്ന ആളിനെ നമ്മൾ ഗുരു എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഓങ്കാരമായ പൊരുൾ. ഇത് നമ്മളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ്, ഈ ആശ്രമം ഉണ്ടാകുന്നതിന് മുമ്പ്, ഈ ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് എന്തുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഈ ലോകം ഉണ്ടാകുന്നതിന് മുമ്പ്, ഈ ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പ്, സൂര്യചന്ദ്രന്മാരുണ്ടാകുന്നതിന് മുമ്പ്, സമുദ്രം ഉണ്ടാകുന്നതിന് മുമ്പ്, ഒന്നുമെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് എന്തുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഒന്നുമില്ലെന്ന് പറയും. ഒന്നുമില്ലെന്ന് പറയാൻ പറ്റില്ല. ഉണ്ടായിരുന്നു, ഒരു സത്യം ഉണ്ടായിരുന്നു, ഒരു പൊരുളുണ്ടായിരുന്നു, സത്യമുണ്ട്. അതെന്താണ്? അതിനെ ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ പത്രത്തിൽ ഒരു വാർത്ത വായിക്കൂ. നാസയിലെ ശാസ്ത്രജ്ഞന്മാർ പ്രപഞ്ചത്തിനൊരു ശബ്ദമുണ്ടെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിനൊരു ശബ്ദമുണ്ട്. ആ ശബ്ദം എന്താണെന്ന് അവരിങ്ങനെ റെക്കോർഡ് ചെയ്ത് വന്നപ്പോൾ മനസ്സിലായി, ഓം എന്നുള്ള ശബ്ദമാണ്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ശബ്ദമാണ് ഓം, ഓങ്കാരം. അത് ആദ്യം ഉണ്ടായിരുന്നു. ആദ്യം അതാ ഉണ്ടായിരുന്നത്. എന്താണ്? ഓങ്കാരത്തിന് നമ്മൾ പ്രണവമെന്ന് പറയും, ബ്രഹ്മമെന്ന് പറയും, ശബ്ദബ്രഹ്മമെന്ന് പറയും. അപ്പോൾ ഓങ്കാരമായ പോലുള്ള സത്യം അന്ന് ഉണ്ടായിരുന്നു. പ്രപഞ്ചത്തിൽ ഒന്നും ഉണ്ടായിരുന്നല്ല, ഒരേ ഒരു വസ്തുവേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഈശ്വരനാണ്. ഈശ്വരനുണ്ടായ, പക്ഷേ ഈശ്വരന് രൂപമില്ല, പിന്നെ രൂപമില്ലാത്ത ഈശ്വരൻ, അത് നമ്മൾ ബ്രഹ്മമെന്ന് പറയും. അങ്ങനെ ആ ഈശ്വരനുണ്ടായിരുന്നു. ആ ഈശ്വരനുണ്ടായിരുന്നിട്ട് അതെന്ത് സംഭവിച്ചു? ആ ഈശ്വരൻ പ്രപഞ്ചം നിറഞ്ഞിരുന്നു. ഈശ്വരൻ എവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മളെവിടെ പോവും? ഇവിടെയുണ്ട്. അമ്മൻ കോയിലുണ്ട്, കൃഷ്ണൻ കോയിലുണ്ട്, നാഗർകോയിലുണ്ട് എന്ന് പറഞ്ഞാൽ ആ കോയിലിനകത്ത് നമുക്ക് ഈശ്വരനെ കാണാൻ പറ്റുള്ളൂ. ഈശ്വരൻ എവിടെ ഇരിക്കുന്നു? ദൈവം എവിടെ ഇരിക്കുന്നു? എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞ എന്താ? ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ഞാൻ എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയമാകുന്ന ദേശത്തിൽ ഇരിക്കുന്നവനാണ്. അപ്പം നമ്മുടെയൊക്കെ ഉള്ളിൽ ആരിയ്ക്കുന്നു? ഈശ്വരൻ ഇരിക്കുന്നു. നമുക്കത് അറിഞ്ഞുകൂടെ, നമ്മൾ അറിയുന്നില്ല. അതറിയലാണ് ആത്മീയം, അത് അനുഭവിക്കലാണ് ആത്മീയം. അത് വെറുതെ കടലാസിൽ എഴുതി ഞാൻ ഈശ്വരനാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ആത്മീയമാകില്ല. അതിനെ കണ്ടെത്തണം. ആ പ്രപഞ്ചത്തിലെ ആ ഈശ്വരൻ അങ്ങനെ തനിച്ച് കിടന്നപ്പോൾ തോന്നി എനിക്ക് പലതാകണമെന്ന് ആഗ്രഹമുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ ആ ഭഗവാനെ തന്നെ ഉണ്ടായിരുന്ന ഒരു ശക്തി
എനർജി എന്ന് ഇംഗ്ലീഷിൽ പറയും. ആ ശക്തിയാണ് മായ. ആ മായയിൽ ഭഗവാൻ പ്രവേശിച്ചു എന്നാണ്. പ്രവേശിച്ച് അതിനെ ഉണർത്തിയപ്പോൾ ഈ ഈ ഒന്നായിരുന്നതായ ഓങ്കാരമെന്ന് പറയുന്നതായ ആ ശക്തി മൂന്നായിട്ട് പിരിഞ്ഞു. മലയാളത്തിലെ സംസ്കൃതത്തിലെ വ്യാകരണ പ്രകാരം ആ ഉ അം ഇങ്ങനെ 3 സ്വരങ്ങളാണ് ഓമായി തീരുന്നത്. അതാണ് പ്രപഞ്ചത്തിൻ്റെ ശക്തി. എല്ലാത്തിലും ആ ശക്തിയുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചാൽ ഫാൻ കറങ്ങുന്നതിലും എല്ലാ പക്ഷി കരയുന്നതിലും എല്ലാത്തിലും ഈ ശബ്ദം കേൾക്കാൻ കഴിയും. അത് പ്രപഞ്ചത്തിൻ്റെ ശബ്ദമാണ്, അത് ഈശ്വരനാണ്. അപ്പോൾ എങ്ങും നിറഞ്ഞിരിക്കുന്ന വസ്തുവാണ് ഈശ്വരനെന്ന് അങ്ങനെ മനസ്സിലാക്കാം. ആ ഈശ്വരൻ പിന്നീട് മായയുടെ ശക്തിയോട് ആ ഉ അം എന്നിങ്ങനെ സത്വ രജോ തമോ ഗുണങ്ങളായിട്ട് 3ആയി പിരിഞ്ഞു. എന്നിട്ട് അതിലെന്തുണ്ടായി? അങ്ങനെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അങ്ങനെ ആ മായയ്ക്കകത്ത് ഈശ്വരൻ പ്രവേശിച്ചത് വേദാന്തമാണ്, മനസ്സിലാകാൻ പ്രയാസമെങ്കിലും ഞാൻ നിങ്ങൾ പറയാം. ആ മായയ്ക്കകത്ത് ഈശ്വരൻ പ്രവേശിച്ചപ്പോൾ ഒരു വലിയ വസ്തു ഉണ്ടായതിന് മഹത്തത്വം എന്ന് പറയും. ആ മഹത്തത്വവും മായയും കൂടെ ചേർന്ന് അതിൽ നിന്നൊരു വസ്തു പ്രത്യേകിച്ച് ഉണ്ടായി. അതിനെ അഹങ്കാരമെന്ന് പറയും. ഇംഗ്ലീഷിൽ ഈഗോ എന്ന് പറയും. എന്താ ഈഗോ എന്ന് പറഞ്ഞാൽ? അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ എന്ന ബോധം. അപ്പം നിങ്ങളെല്ലാം ഇവിടെ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്ന വസ്തു എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ടല്ലേ? ഞാൻ കേൾക്കുന്നു. ആര് കേൾക്കുന്നു? ഞാൻ കേൾക്കുന്നു. ആര് പറയുന്നു? ഞാൻ പറയുന്നു. ആരുണ്ടെന്നു? ഞാനുണ്ടെന്നു. അല്ല, ഞാനെന്നുള്ള ബോധം, അതാണ് അഹങ്കാരം. അതില്ലെങ്കിൽ നമ്മളാരും ജീവിക്കുകയില്ല. ഞാനെന്നുള്ള ബോധമില്ലെങ്കിൽ നമ്മൾ ജീവിക്കില്ല. ആ ബോധമാണ് ആദ്യം ഉണ്ടായത്. അതാണ് അഹങ്കാരമായി. അപ്പോൾ പ്രപഞ്ചം എന്ന് പറയുന്നതായി ഈ ഭൂലോകത്ത് ആദ്യം ഈശ്വരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് മായയെ ഉണർത്തി. ആ മായയും ഈശ്വരനും കൂടെ ചേർന്നപ്പോൾ അതിൽ അഹങ്കാരം ഉണ്ടായി. അഹങ്കാരം ഞാനെന്ന ബോധമാണ്. പക്ഷെ ഞാനെന്ന ബോധം ഞാൻ ഈശ്വരനാണെന്ന് അറിയുന്നതിന് തടസ്സമായി നിൽക്കുന്നു. അപ്പം എന്താണ് ഇല്ലാതാകേണ്ടത്? ഞാനെന്ന ബോധം ഉണ്ടാകരുത്. അപ്പം ഞാനാണ്, അഹങ്കാരമാണ് ഞാൻ എന്ന് തോന്നലുണ്ടാകുന്നത്. അത് അറിയാൻ നമുക്കൊരാൾ വേണം. ആര് പറഞ്ഞു തരണം? ആരാ പറഞ്ഞു തരുന്ന ആൾ? ഭഗവാനെക്കുറിച്ച് പറഞ്ഞു തരുന്ന ആളിനെ നമ്മൾ എന്ത് വിളിക്കും? ഗുരു എന്ന് വിളിക്കും. ഗുരു എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറെ ഗുരുവല്ല. അവരെ ഓരോ കാര്യങ്ങൾ നമുക്ക് അക്ഷരം പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഓരോ അറിവ് പറഞ്ഞു. പിന്നെ ഗുരു എന്ന് പറഞ്ഞാൽ ആരാ? ഭഗവാനെക്കുറിച്ച്, ഈശ്വരനെക്കുറിച്ചുള്ള അറിവ് തരുന്നയാളാണ് ഗുരു. അപ്പോൾ ഗുരു വേണം. ഈശ്വരനെക്കുറിച്ച് അറിയാൻ ഒരു ഗുരു വേണം. ആ ഗുരുവിന് എവിടെ കിട്ടും? പത്രത്തിൽ പരസ്യം കൊടുത്താൽ കിട്ടുമോ? അല്ലെങ്കിൽ അന്വേഷിച്ച് നടന്നാൽ കിട്ടുമോ? ഗുരുവിനെ ആരും അന്വേഷിച്ച് നടക്കണ്ട. ഗുരു തനിയെ അടുത്ത് വരുമെന്നാണ്. നമ്മുടെ അടുത്ത് വരും. എപ്പോഴേ? നമുക്ക് ആഗ്രഹം ഉണ്ടാകുമ്പോൾ. എന്താണ്? ഈശ്വരനെ അറിയണം, ഈശ്വരനെ പ്രാപിക്കണം എന്നുള്ള ആഗ്രഹം അത്യധികമായിട്ടുണ്ടാകുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ഗുരു വരും. ആ ഗുരു ആരാണ്? അപ്പോൾ ഈ ഓങ്കാരമായ പൊരുൾ 3ആയി പിരിഞ്ഞപ്പോൾ അഹങ്കാരമുണ്ടായി. അതിന് സാക്ഷിയായിട്ട് ഒരാളുണ്ടായിരുന്നു. ആരാണ്? ഇതെല്ലാം സംഭവിച്ചപ്പോഴും ഒരാൾ ഒന്നും ചലിക്കാതെ കിടന്ന് ഇതെല്ലാം കാണുന്നുണ്ട്. ആരാത്? അത് ഈശ്വരൻ തന്നെ. അപ്പോൾ ഈശ്വരൻ എല്ലായിടത്തും നിറഞ്ഞിരുന്ന നമ്മൾ കാണുന്നതും ചെയ്യുന്നതും പറയുന്നതൊക്കെ കണ്ടുകൊണ്ട് സാക്ഷിയായിട്ടിരിക്കുകയാണ്. നമുക്ക് ആ ബോധവും ഇല്ല. ഈശ്വരൻ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. ആരും കണ്ടില്ല എന്ന് പറയും. ആരും കണ്ടില്ലെന്ന് പറയരുത്. ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട്, അല്ലെങ്കിൽ എങ്ങും നിറഞ്ഞിരുന്നു കൊണ്ട് ഇതെല്ലാം കാണുന്നു. ഈശ്വരനില്ലാത്ത സ്ഥലമില്ല. സാക്ഷി, ഈ സാക്ഷി മാത്രമായ ഈശ്വരൻ എല്ലായിടത്തും ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ആളാരാ? ഗുരു. ആ ഗുരു വന്ന് പറഞ്ഞു തരും. ഈ ഗുരു ആരാണ്? അത് ബോധം വരുത്തുവതിന് ആളായി നിന്ന പരമാചാര്യൻ. അല്ലെങ്കിൽ നമുക്ക് അഹങ്കാരമാണ് നമ്മളെന്നും നമ്മൾ ഉള്ളിലിരിക്കുന്ന ഈശ്വരനാണെന്നും അത് എന്ന് നമ്മളെ ബോധിപ്പിക്കാൻ ഒരു പരമാചാര്യ, ഏറ്റവും വലിയൊരു ആചാര്യ, ഒരു ഗുരു വരും. ആ ഗുരു വേറെ ആരുമല്ല, പിന്നെ ആരാ? ആ ഈശ്വരൻ തന്നെ. പരമാചാര്യ രൂപ ഹരി. ഹരി എന്ന് വെച്ചാൽ ഭഗവാൻ, വിഷ്ണു. വിഷ്ണു വന്ന് നമുക്ക് പറഞ്ഞു തരും. ഭഗവാൻ തന്നെ ഗുരുവായിട്ട് വരും. അതാണ് നമ്മൾ പറയാറുണ്ട്, ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരുദേവോ മഹേശ്വര. എല്ലാം ഗുരുവാണ്. കാരണം ഗുരുവാണ് നമുക്ക് ആ ഭഗവാനിലേക്കുള്ള വഴി കാണിച്ചു തരുന്നത്. പക്ഷേ ഗുരുവിനെ നമ്മൾ തിരിച്ചറിയില്ല പലപ്പോഴും. എന്താ? സാധാരണ രീതിയിലിരിക്കും ഗുരുവിന്. കാരണം ആരാ തിരിച്ചറിയുള്ളൂ?
ശിഷ്യന്മാർ മാത്രമേ തിരിച്ചറിയുള്ളൂ. വേറെ ആരും തിരിച്ചറിയില്ല. അതിനെന്ത് വേണം? ഗുരുവിലെ നമ്മളെല്ലാം ഗുരുവിന് സമർപ്പിക്കുക. നമ്മുടെ എല്ലാം ഗുരുവിന് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാലോ, നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും എല്ലാ ചിന്തയും ഗുരുവിൻ്റെ കാൽക്കൽ കൊണ്ടുവയ്ക്കുക. വച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരാ ദൈവം? ആ ഗുരു എന്ത് പറഞ്ഞു തരും? നീ തന്നെ ദൈവമെന്ന് പറഞ്ഞു തരും. നീ തന്നെ ദൈവമെന്ന് നമുക്ക് കാണിച്ചു തരുന്ന ആളാരാണ്? അങ്ങനെ കണ്ടറിഞ്ഞവരാണ് ഇതുപോലുള്ള മഹാത്മാക്കൾ. യോഗി അങ്ങനെ അറിഞ്ഞ ആളാണ്. എന്താണ്? ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്ന് ആ യോഗിക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത ഗുരുവാണ് പപ്പാ സ്വാമി രാമദാസ്. അതാണ് മൈ ഗുരു കിൽഡ് ദിസ് ബഗർ എന്ന് പറഞ്ഞത് അർത്ഥം. പിന്നീട് ഞാനില്ല, പിന്നെ ആരേ ഉള്ളൂ? ഭഗവാൻ മാത്രമേ ഉള്ളൂ. ആ ഭഗവാൻ ആരാണ്? ഞാൻ തന്നെ. അപ്പം ഞാനെന്ന് പറയുമ്പോൾ ഞാൻ ഈശ്വര ഭഗവാനാണ് എന്ന ബോധത്തോടു കൂടി ആ ഭഗവാനും ഞാനും ഒന്നായിത്തീരുന്നതാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. അതിന് നമ്മളെ ഓർമ്മിപ്പിക്കാനാണ് ഇത്തരം പരിപാടികൾ വയ്ക്കുന്നത്. നാമം ജപിക്കുക. അതിന് പല വഴികളുണ്ട്. ആ വഴികളൊന്നും ഇപ്പോൾ പറയാൻ സമയമില്ല, കുറച്ച് സമയമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ആ വഴികൾക്ക് നമ്മൾ കണ്ടുപിടി. വഴികൾ ഗുരു പറഞ്ഞു തരും. ഏതെല്ലാം വഴിയിൽ കൂടെ നമുക്ക് ഈശ്വരനെ പ്രാപിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു തരും. അതിനുള്ള ഒരു വഴി, ഏറ്റവും എളുപ്പ വഴി, നാമജപം. നാമജപത്തെക്കുറിച്ച് പറയുന്നത് ഓരോ യുഗത്തിലും ഓരോ ഈശ്വര ആരാധന ഉണ്ടായിരുന്നു. ഒരിടത്ത് തപസ്, ഒരിടത്ത് സേവനം, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അവസാനം നമ്മുടെ ഇപ്പോഴത്തെ കലിയുഗത്തിൽ മോക്ഷപ്രാപ്തിക്ക് ഏറ്റവും എളുപ്പമാർഗം നാമജപം. നമ്മളൊക്കെ നാമം ജപിക്കാറുണ്ട്. ഒരിടത്ത് ഇരുന്ന് കണ്ണടച്ച് നാരായണ നാരായണ എന്ന് വിളിക്കും, അല്ലെങ്കിൽ യോഗിരാം സൗരത് കുമാർ ജപിക്കും, അല്ലെങ്കിൽ രാമ 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 എന്ന് ജപിക്കും. നമ്മളെപ്പോഴെവിടെയായിരിക്കും ജപിക്കുന്ന ആൾ? ആ ഇരിക്കുന്നിടത്തായിരിക്കില്ല. പിന്നെ എവിടെയായിരിക്കും? അമേരിക്കയിലും ലണ്ടനിലും റേഷൻ കടയിലും അവിടെയൊക്കെ പോയിട്ട് വരും ഇരിക്കുന്നതിനുണ്ട്. കാരണം എന്താ? എങ്ങനെ പോകുന്നു? മനസ്സ്. അപ്പം മനസ്സ് നാം ഈശ്വരനിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപം. അപ്പോൾ ചോദിക്കുക, അത് ആരാണ് ഈശ്വരൻ? ബ്രഹ്മാവിനെ ആരാധിക്കണോ, വിഷ്ണുവിനെ ആരാധിക്കണോ, ശിവനെ ആരാധിക്കണോ, ഗണപതി ആരാധിക്കണോ, ദേവിയെ ആരാധിക്കണോ, മണ്ണക്കാട്ടമ്മയെ ആരാധിക്കണോ, ആറ്റുകാലമ്മയെ ആരാധിക്കണോ എന്നൊക്കെ ചോദിക്കും. സത്യം ബോധിച്ചാൽ എന്ത് മനസ്സിലാകും? ഗുരു ഒന്നേ ഉള്ളൂ, ഈശ്വരനും ഒന്നേ ഉള്ളൂ. ഈശ്വരൻ ഒന്നേ ഉള്ളൂ. ഒന്നായിരുന്ന ഭഗവാൻ പല രൂപത്തിലെടുത്തത് നിങ്ങൾക്ക് സൗകര്യത്തിന് വേണ്ടിയാണ്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞ് മനസ്സിലാക്കാം. വീട്ടിലെന്താ കാലത്ത് കഴിച്ച് അമ്മമാർ ചോദിക്കുന്നത്, എന്താ കാപ്പിക്ക്? ഇന്നലെ ആലോചിക്കും രാത്രി, എന്താ കാലത്ത് നാളെ കാപ്പിക്ക് എന്തോ കാപ്പി ഉണ്ടാക്കാം എന്തോന്ന്. അപ്പോൾ ഇന്ന് ഗോതമ്പ് പൊടിയുണ്ട്. ശരി, എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? ഗോതമ്പ് പൊടി കൊണ്ട് ദോശ ഉണ്ടാക്കാം, കാലത്തെ കാപ്പിയായി. അപ്പോൾ ഒരു മോൻ പറഞ്ഞു, എനിക്ക് ദോശ ഇഷ്ടമല്ല അമ്മ എന്ന് പറയണം. എന്നാൽ നിനക്ക് ചപ്പാത്തി ഉണ്ടാക്കി തരാം. ഉടനെ വേറൊരു മോൻ പറയണം, ഇല്ല എനിക്ക് പൂരിയാണ് ഇഷ്ടം. ഉടനെ പൂരി ഉണ്ടാക്കി തരാം. ഒരാൾ പറഞ്ഞു പുട്ടുണ്ടാക്കി തരാം. ഈ പുട്ടും ഈ ചപ്പാത്തിയും ഈ ദോശയും ഇതെല്ലാം വേറെ വേറെയാണോ? ആകൃതി വ്യത്യാസം. അതിനകത്തിരിക്കുന്ന വസ്തുവെല്ലാം എന്താണ്? ഗോതമ്പ് പൊടി. അതുപോലെ ഈശ്വരൻ ഒന്നേ ഉള്ളൂ, പല രൂപത്തിൽ പല ആകൃതിയിൽ ഇരിക്കുന്നു എന്നേ ഉള്ളൂ. ഈ സത്യം നമുക്ക് മനസ്സിലാകുമ്പോൾ ഈശ്വരനും ഞാനും ഒന്നാണെന്നുള്ള ബോധം ഉണ്ടാവും. ആ ഈശ്വരൻ എവിടെയായിരിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ മാത്രമല്ല, അകത്തുണ്ട്, പുറത്തുമുണ്ട്, എല്ലാറ്റിലും ഉണ്ട്. എല്ലാറ്റിലും ഈശ്വരനുണ്ട്. കാണുന്ന വസ്തുക്കളിലെല്ലാം. അത് ഈ കരുണാമൂർത്തി പറയുന്നത് എന്താ? കാണുന്നതെല്ലാം എന്താ? ആനന്ദ ചിന്മയഹരി ഗോപികാരമണ ഞാനെന്ന ഭാവമത് തോന്നായിക വേണമിഹ തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നണമേ വരദ നാരായണായ നമ. ഞാനും ഭഗവാനും ഒന്നാണെന്നൊരു തോന്നലുണ്ടാവണം. ഇപ്പം നമുക്കെല്ലാം ഞാൻ വേറെ, ഭഗവാൻ വേറെ. ഞാനും ഭഗവാനും ഒന്നാണെങ്കിൽ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണോ? പ്രാർത്ഥിക്കുന്ന ആളും അകത്തിരിക്കുന്ന ആളും വേറെ വേറെ അല്ലേ? ആണ് ഒന്നായ നിന്നയിഹ രണ്ടെന്ന് കണ്ട് നമ്മളൊക്കെ ദുഃഖിക്കുന്നു. ഞാൻ തന്നെ ഈശ്വരൻ എന്നുള്ള ബോധം ഉണ്ടാകുമ്പോൾ ഞാനും ഭഗവാനും ഒന്ന്. ആ ബോധം വരുത്തി തരുന്ന ആരാണ്?
ഗുരു. ആരാണ് ഗുരു? ഭഗവാൻ തന്നെ, ദൈവം തന്നെ ഗുരുവായിട്ട് വന്ന് നമുക്ക് ഈ ബോധം വരുത്തി തരും. പക്ഷെ നമ്മളത് കേൾക്കണം. ഗുരു പറഞ്ഞതെല്ലാം അതുപോലെ അനുസരിച്ച് അതുപോലെ ജീവിക്കണം. അതിനാദ്യം വേണ്ടത് എന്താ? എനിക്ക് യോഗിയായി തീരണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? ആയിരിക്കണമല്ലേ, എനിക്ക് ഒരു യോഗിയായി തീരണം. എന്തുകൊണ്ട് ആഗ്രഹിച്ചൂടാ? ഒരു സാധാരണ മനുഷ്യനായ യോഗിക്ക് ഈ രീതിയിൽ എല്ലാവരും ആരാധിക്കുന്ന അല്ലെങ്കിൽ ഈശ്വരനെ പ്രാപിച്ച ഒരു യോഗിയായി തീരാമെങ്കിൽ നമുക്കെന്തുകൊണ്ടായിക്കൂടാ? സർവ്വപേർക്കും ആകാം. പക്ഷേ അദ്ദേഹം അതിനുവേണ്ടി പരിശ്രമിച്ചു. ആ ജീവിതം നമുക്ക് വായിച്ചാൽ നമുക്ക് അദ്ദേഹം പറഞ്ഞതെന്നനുസരിച്ച് നമുക്ക് വിഷമം വരും. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അത്ര കഠിനമായ രീതിയിൽ കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം ആ ഈശ്വരനായി തീർന്നത്. അതുപോലെ കഷ്ടപ്പെടണം. അതിനാദ്യം വേണം, എന്ത് വേണം? എനിക്ക് ഈശ്വരനാണെന്നും ഞാൻ ഈശ്വരനാണ്, എനിക്ക് ഈശ്വരനായി തീരണമെന്നുള്ള ആഗ്രഹം വേണം. ആ ആഗ്രഹം മനസ്സിലുണ്ടായാൽ ബാക്കി കാര്യങ്ങളൊക്കെ ആര് നോക്കിക്കോളും? ഭഗവാൻ നോക്കിക്കോളും, കടവുൾ നോക്കിക്കോളും. കടവുളെ കിട്ടണമെന്ന് ആഗ്രഹിച്ചാൽ ബാക്കി കാര്യങ്ങൾ കടവുൾ നോക്കിക്കോളും. പക്ഷെ ആഗ്രഹം ഉണ്ടാവണം ആദ്യം. അതിന് ഏറ്റവും എളുപ്പ വഴി നാമജപം. നാമം ജപിക്കുമ്പോൾ എന്താ ചെയ്യണം? നമ്മൾ ഇത് രാമരാമാന്ന് ജപിക്കുന്നു ഇരിക്കട്ടെ. രാമരാമ നമ്മൾ ചുണ്ടുകൊണ്ട് ജപിക്കുമ്പോൾ മനസ്സ് എവിടെയായിരിക്കണം? നമുക്കറിയാവുന്ന രാമനിലായിരിക്കണം. ഒരു രാമനെ മനസ്സിൽ കാണും. ഞാൻ ഇവിടെ ഇരുന്ന് കൃഷ്ണ എന്ന് വിളിക്കുമ്പോൾ നിങ്ങളെല്ലാം മനസ്സിൽ കൃഷ്ണനെ കാണുന്നില്ലേ? അപ്പോൾ കൃഷ്ണ എന്ന് നാമം വരുമ്പോൾ കൃഷ്ണനെ ഓർമ്മിക്കും. അതല്ല ശിവനെ എന്ന് വിളിച്ചാൽ ശിവനെ ഓർമ്മിക്കും. ആ രൂപം വ്യത്യാസം ഏതായാലും ആ നാമം കാണുമ്പോൾ നമ്മൾ ജപിക്കുമ്പോൾ ആ രൂപം മനസ്സിൽ വരണം. ആ മനസ്സിൽ ആ രൂപത്തെ ഉറപ്പിച്ചിട്ട് ആ നാമം ഇങ്ങനെ ജപിച്ചുകൊണ്ടേയിരുന്നാലോ നമ്മുടെ മനസ്സിൽ ആ രൂപം പ്രത്യക്ഷപ്പെടും. പിന്നെ എവിടെ പോയാലും ആ രൂപം ഉണ്ടായിരിക്കും. ഏത് ക്ഷേത്രത്തിൽ പോയാലും നമ്മൾ ജപിക്കുന്ന ആ നമ്മുടെ ഉള്ളിലുള്ള ആ രൂപത്തെ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളും ഈശ്വരനും ഒന്നായിത്തീരും. അതിന് ആദ്യം വേണ്ടത് വിശ്വാസത്തോടുകൂടി, ആ ഈശ്വരനിൽ ഭക്തിയോടുകൂടി, ഗുരു പറഞ്ഞതൊക്കെ സത്യമാണെന്ന ബോധ്യത്തോടുകൂടി നമ്മൾ ഈശ്വരനാമം സദാ ജപിച്ചുകൊണ്ടിരിക്കുക. അതാണ് നാമജപത്തിൻ്റെ പ്രാധാന്യം. നാമജപം ചെന്ന് 10 ഇടത്ത് നാമം ജപിച്ചാലും 100 ഇടത്ത് നാമം ജപിച്ചാലും ഒരിടത്തിരുന്ന് ജപിച്ചാലും ആർക്ക് വേണ്ടി ജപിക്കുന്നു? ഞാൻ അവിടെ പോയി 10 നാമം ജപിച്ചു കൊടുത്തു കേട്ടോ എന്ന് പറഞ്ഞാൽ അർത്ഥമുണ്ടാ? നാമം ജപിച്ച് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ? ആർക്ക് വേണ്ടി ജപിക്കുന്നു? നമുക്ക് വേണ്ടി. നമുക്ക് ഈശ്വരനെ കിട്ടാൻ വേണ്ടി നാം ഈശ്വരനാമം ജപിക്കുന്നു. ഈ ബോധത്തോടുകൂടി സദാസമയവും ഈശ്വരനാമം ജപിച്ചോളൂ. അത് കഴിയുമ്പോൾ ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ പ്രത്യക്ഷപ്പെട്ട് ഓരോ വഴി കാണിച്ചു തരും. നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്. എന്താ? ഈ ഭാരതത്തിൽ മനുഷ്യനായിട്ട് ജനിച്ചിരിക്കുന്നു. ദേവന്മാർ പോലും അസൂയപ്പെടുന്നു. ആ മനുഷ്യനായിട്ട് ജനിച്ചത് ദുഃഖിക്കാനും കഷ്ടപ്പെടാനുമല്ല, ഈശ്വരനെ പ്രാപിക്കാനാണ്, ഈശ്വരനായി തീരാനാണ്. ഈശ്വരൻ എവിടെ ഇരിക്കുന്നു? നമ്മുടെ ഉള്ളിൽ തന്നെ ഹൃദ്ദേശത്തിൽ സ്ഥിതി ചെയ്യുന്നു. ആ ഈശ്വരനെ അടയുന്നതിന് നമുക്ക് കാണിച്ചു തന്ന മാതൃകയാണ് യോഗിയെ പോലുള്ള മഹാത്മാക്കൾ. അവരുമായിട്ടുള്ള സമ്പർക്കം കൊണ്ട് നമ്മൾ പഠിക്കേണ്ട അതാണ്. എന്താ? യോഗി എന്ത് കഴിച്ചു, എന്ത് ചെയ്തു, എന്ത് പറഞ്ഞു ഒന്നുമല്ല. പിന്നെന്താ? അദ്ദേഹം എങ്ങനെ യോഗിയായി എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണം. അതുപോലെയുള്ള മഹാത്മാക്കൾ ധാരാളം പേരുണ്ടായിരുന്നു. രമണ മഹർഷി 10ാമത്തെ വയസ്സിൽ വീട് വിട്ടു പോയി ഈശ്വരനെ അന്വേഷിച്ചിറങ്ങിയ ആളാണ്. തിരുവണ്ണാമല ചെന്ന് ഗുഹയ്ക്കകത്ത് തപസ് ചെയ്ത് ഒരു ഈശ്വരനെ കണ്ടുപിടിച്ച ആളാണ്. പപ്പാ രാമദാസ് സ്വാമി ഗൃഹസ്ഥനായിരുന്നു, ഭാര്യയും മക്കളും ഉണ്ടായിരുന്നു. എന്നിട്ടോ ഒരു സുപ്രഭാതത്തിൽ വലിയ ഫാക്ടറിയൊക്കെ ഉണ്ടായിരുന്നൊക്കെ ഉപേക്ഷിച്ചിട്ട് ഈശ്വരനെ അന്വേഷിച്ച് പോയി. അവസാനം ഒരാൾ ചോദിച്ചു, നിങ്ങൾ ഈശ്വരനെ കണ്ടുപിടിച്ചോ? കണ്ടുപിടിച്ചു. എവിടെ? ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാമോ? കാണിച്ചു തരാം. ഇതാ എൻ്റെ മുമ്പിൽ നിൽക്കുന്നു ഈശ്വരൻ. എല്ലാം ഈശ്വരനാണെന്ന് കണ്ടു. ഈശ്വരൻ എവിടെ ഇരിക്കുന്നു? എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു. എന്നിലിരിക്കുന്ന ആ ഈശ്വരൻ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു എന്ന് കണ്ടെത്തിയപ്പോൾ അദ്ദേഹം ഈശ്വരനായി മാറി. അപ്പോൾ അങ്ങനെയുള്ള ആ യോഗിമാരുടെ ഇതുപോലുള്ള ആരാധന ദിവസവും സമാധി ദിവസമൊക്കെ നമ്മൾ ഇതുപോലെ ആഘോഷിക്കുമ്പോൾ ഈ ചിന്ത വേണം, എനിക്കും യോഗിയെപ്പോലെ ആയിത്തീരണം, അല്ലെങ്കിൽ യോഗി ആയിത്തീരണം. അത് സാധിക്കും, എനിക്കും സാധിക്കും, അവർക്കൊക്കെ സാധിക്കുമെങ്കിൽ. പക്ഷേ അവർ അതിനുവേണ്ടി ജനിച്ചവരാണ്. നമ്മൾ അതിനുവേണ്ടി ജനിച്ചവരല്ല. വലിയ കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്, അതൊക്കെ പൂർത്തിയാക്കാതെ എങ്ങനെ ചിലരോട് ചോദിക്കും, ആശ്രമത്തിൽ വരുന്നുണ്ട്. ആശ്രമത്തിൽ വരാൻ സ്വാമി സമയമായില്ല. എന്താ കാര്യം? മോള് കല്യാണപ്രായമായി, മോളെ കെട്ടിച്ചയച്ചാൽ ഞാൻ ആശ്രമത്തിൽ വന്നോളാന്ന് പറയും. ഒരു ദിവസം വന്ന് മോളെ കെട്ടിച്ചയച്ചാൽ മോളെ കെട്ടിച്ചൊക്കെ അയച്ചു.
പിന്നെ എന്താ വരാത്ത ആശ്രമത്തിൽ? ഇപ്പം ഗർഭിണിയാണ് സ്വാമി, അവളെ കൊച്ചിനെ നോക്കണ്ടേ? അത് കഴിഞ്ഞപ്പോഴാണ് കൊച്ചിൻ്റെ സ്കൂളിൽ കൊണ്ടാക്കണ്ടേ? ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ കെട്ടുപാടി കിടക്കും. ഈശ്വരനെ അന്വേഷിച്ച് പോകാൻ സമയമില്ല. ഇതെല്ലാം വിടണം. എങ്ങനെ വിടണം? മനസ്സുകൊണ്ട് വിട്ടിട്ട് ആ ഈശ്വരനെ മനസ്സ് ഈശ്വരനിൽ ഉറപ്പിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഈശ്വര സാക്ഷാത്കാരം കിട്ടും. അതാണ് ഗുരുക്കന്മാർ പറഞ്ഞു തരുന്നത്, അതാണ് യോഗി നമ്മളെ പഠിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞെന്താണ്? മൈ ഫാദർ എലോൺ എക്സിസ്റ്റ് എന്ന് പറഞ്ഞത് ഈശ്വരൻ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ, ഈ പ്രപഞ്ചത്തിൽ വേറെ ഒന്നും തന്നെ ഇല്ല. അത് നമ്മളുടെ കണ്ടെത്താൻ വേണ്ടിയാണ് പറഞ്ഞു തരുന്നത്. അങ്ങനെയുള്ള മഹാത്മാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതിന് ഒരു ഗുരുവിൻ്റെ സഹായത്തോടു കൂടി, ഗുരുവിനെ അന്വേഷിച്ചൊന്നും പോകണ്ട, ഗുരു വരും. ആ ഉപദേശം കേട്ട് നമുക്ക് തോന്നലുണ്ടാകണം, എനിക്കും ഈശ്വരനെ പ്രാപിക്കണം എന്നുള്ള തോന്നലുണ്ടാകണം. നമ്മളാ തോന്നലുണ്ടാകുമ്പോൾ ഇതെല്ലാം വരും. ബാലകൃഷ്ണൻ നാഗർകോവിലിൽ സത്സംഗം നടത്തിക്കൊണ്ടിരുമ്പോൾ ഞാൻ അവിടെ വരുമായിരുന്നു, അല്ലേ? വീട്ടിൽ വെച്ചായിരുന്നു സത്സംഗം നടത്തിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഉണ്ടായി ഇങ്ങനെ ഒരു ആശ്രമം ഉണ്ടാക്കണമെന്ന്. ആഗ്രഹം ഭഗവാൻ യോഗി സാധിച്ചു കൊടുത്തില്ലേ? അത് നമ്മുടെ ആഗ്രഹം അനുസരിച്ച് മറ്റുള്ളവർക്ക് കൂടെ പ്രയോജനപ്പെടുന്ന രീതിയിൽ ഇത് സാധിക്കണമെന്ന അത് നിങ്ങളാരെയും പ്രയോജനപ്പെടുന്നുണ്ടോ? ചോദ്യം അതാണ്. ഇത്രയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനം ഉണ്ടാകുന്നുണ്ട്? നമ്മൾ പോയി പങ്കെടുക്കുന്നുണ്ട്, നാമം ജപിക്കുന്നുണ്ട്. അത് എനിക്കും അതുകൊണ്ട് അതുപോലെ ആയിത്തീരണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി പ്രയത്നിച്ചാൽ എല്ലാവർക്കും യോഗിയുടെ അനുഗ്രഹം ഉണ്ടാവും, എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവും. അതിനുവേണ്ടി നിങ്ങളോട് പറയാൻ വേണ്ടി യോഗി പറഞ്ഞു വിട്ടതാണ് എന്നെ. കൂടുതലായിട്ട് മണി 1 ഞാൻ കൂടുതൽ സംസാരിച്ച് നിങ്ങളുടെ സമയം കളയുന്നില്ല. നമുക്ക് വേദാന്ത കാര്യങ്ങളും മറ്റു കാര്യങ്ങളും പഠിക്കാനായിട്ട് നമുക്കൊരു ക്ലാസ് പോലെ വയ്ക്കാം. താല്പര്യമുള്ളവർ വന്നാൽ ഞാനും എൻ്റെ സമയം കിട്ടുമ്പോഴൊക്കെ വന്ന് നമുക്ക് പറഞ്ഞു തരാൻ എനിക്കറിയാമെന്നുള്ളത് പറഞ്ഞു തരാം. ഭാഗവതത്തിലായാലും ഭഗവത്ഗീതയിലൊക്കെ പറയുന്ന ഒരു കാര്യം തന്നെ ഈശ്വരനെ, കടവുളെ എങ്ങനെ കണ്ടുപിടിക്കുക, എങ്ങനെ അടയാമെന്നുള്ളതാണ് പറയുന്നത്. അത് നമുക്ക് പ്രവൃത്തി കൊണ്ടുവന്നാൽ മാത്രം മതി. അതിനുള്ള അവസരം നിങ്ങൾക്ക് ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങൾക്കെല്ലാം യോഗിയുടെയും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. योगी राम सूरत कुमार जय गुरु राया।